ഹായ് ഡിയേഴ്സ്, ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരി, നിങ്ങൾക്ക് ഏത് എക്സാം ആയിരുന്നു? മാത്സ് ആയിരുന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നല്ലേ? ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു നോക്കിയാലോ. പുലി വരുന്നേ പുലി. ഒന്നാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? കുട്ടികളുടെ എണ്ണ എഴുതാനാണല്ലേ. എല്ലാവരും എഴുതിയിട്ടില്ലേ? എത്ര പേരാ അവിടെ ചിത്രത്തിലുള്ളത്? 1 2 3. അപ്പം എത്ര പേരുണ്ട്? 3 അല്ലേ. ഇനി നോക്കൂ, 1 2 3 4 5. നെക്സ്റ്റ് പിക്ചർ നോക്കാം. 1 2 3 4 5 6 6 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആകെ എത്ര കുട്ടികൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7. അപ്പം നമുക്ക് 7 എന്നിവിടെ എഴുതാം. ദെൻ 1 2 3 4 5 6 7. ഇവിടെയും 7 തന്നെയാണല്ലേ. അപ്പോൾ 7 + 7 എത്രയാണ്? യെസ്, 14 14ആണല്ലേ. ഓക്കെ, ഇനി ആകെ എത്ര കുട്ടികൾ? ഇവിടെ നോക്കൂ, ഈ വൃത്തത്തിന് പുറത്ത് എത്ര കുട്ടികളുണ്ട്? 4 പേരുണ്ടല്ലേ. അപ്പോൾ ഇതിനുള്ളിലുള്ള കുട്ടികളെ കണ്ടെത്താൻ ഇവിടെ നോക്കൂ, കൊടുത്തിട്ടുണ്ട് നമുക്ക് 14 - 4. അപ്പോൾ എത്ര പേരാ ഉണ്ടാവുക? 10 പേരല്ലേ. ഇതിനുള്ളിൽ എത്ര പേരുണ്ട്? 10 ആളുകളുണ്ട് അല്ലേ. 10 കുട്ടികളുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്തായിരുന്നു? പ്രവർത്തനം 2 ഈർക്കിൾ പാവകളാണ് അല്ലേ. വട്ടം വരയ്ക്കാം, കൂട്ടങ്ങളാക്കാം. ഫസ്റ്റ് കൂട്ടത്തിൽ എത്ര പേരാണുള്ളത്? ഈർക്കിൾ പാവകളുണ്ട്, 4 ഈർക്കിൾ പാവകളുണ്ട് അല്ലേ. നെക്സ്റ്റ് പിക്ചറിൽ എത്രയാണുള്ളത്? എണ്ണി നോക്കിയാലോ. 1 2 3 4 5 6 7. 7ആണല്ലേ ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ഈർക്കിൾ പാവകളെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വട്ടം വരച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇത്ര പേരെ വട്ടത്തിനുള്ളിലാക്കാം. അപ്പോൾ 1 2 3 4 5 6. ഒരു കൂട്ടത്തിൽ 6. ദെൻ 1 2 3 4 5. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചിട്ട് എഴുതാവുന്നതാണിത്. ഈ ഒരു ക്വസ്റ്റ്യന് പല കൂട്ടുകാരും വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലേ എഴുതിയിട്ടുണ്ടാവുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത്ര മതി. ഓക്കെ, 1 2 3. ദെൻ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി 11 ഈർക്കിൾ പാവുകൾ വരയ്ക്കാം, കൂട്ടങ്ങളാക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളിവിടെ കണ്ടില്ലേ, ഈർക്കിൾ പാവുകളെ വരച്ചിട്ടില്ലേ. യെസ്, അപ്പം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. എത്ര എണ്ണം വരയ്ക്കണം? 11 എണ്ണം വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൂട്ടങ്ങളാക്കിയിട്ട് അതിൽ എത്ര എണ്ണമാണോ ഉള്ളതെന്ന് അതിവിടെ എഴുതി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ദെൻ 16ൻ്റെ ശരിയായ കൂട്ടം ഏത്? ടിക്കിടാനാണല്ലേ. 9 + 6 16 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ 8 + 8 16. ഇപ്പം ഇതാണല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ നാണയപ്പൊതിയാണല്ലേ പ്രവർത്തനം 3. നാണയങ്ങൾ കൂട്ടിയെഴുതൂ. നാണയക്കൂട്ടം തുക. ഓക്കെ, ഒന്നാമത്തെ 1 രൂപയുടെ നാണയങ്ങളാണല്ലേ. അപ്പോൾ 1 രൂപയുടെ എത്ര നാണയങ്ങളുണ്ട് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9. അപ്പം എത്ര രൂപയായി? 9 രൂപയല്ലേ. ഓക്കെ, ദെൻ 2 രൂപയുടെ എത്ര നാണയങ്ങളുണ്ട്? 3 നാണയങ്ങളാണല്ലേ. അപ്പം 2 4 6. അപ്പം എത്ര രൂപയായിട്ടുണ്ടാവും? 6 രൂപയല്ലേ. ഇനി 5 രൂപയുടെ 4 നാണയങ്ങളുണ്ട് അല്ലേ. അപ്പം 5 10 15 20. ദെൻ 10 രൂപയുടെ 3 നാണയങ്ങളല്ലേ. അപ്പം എത്രയാവും? 30 അല്ലേ. ഇനി നോക്കൂ, നാണയങ്ങളുടെ തുക വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതൂ. വലുതിൽ നിന്ന് ചെറുതിലേക്കാണല്ലേ എഴുതേണ്ടത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് 30 26 9 6 എന്ന് കിട്ടും അല്ലേ. അപ്പം നാണയങ്ങളുടെ തുക വലുതിൽ നിന്ന് ചെറുതിലേക്ക് നിങ്ങളാക്കി ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കലണ്ടർ നോക്കാം, കണ്ടെത്താം. കലണ്ടറിൽ വിട്ടുപോയ ദിവസങ്ങൾ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ദിവസം ഏതാണ്? ബുധനും വ്യാഴും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബുധനും വ്യാഴും ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇനി മാർച്ച് 9 ഏത് ദിവസം? ഏത് ദിവസമാണ്? തിങ്കളാഴ്ചയാണല്ലേ. ഇനി കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. 11
ദെൻ 19 അല്ലേ. ഓക്കെ, അതും കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന എക്സാം? എളുപ്പമായിരുന്നല്ലേ കൂട്ടുകാരെ? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബായ്.